ഗൈസ്, ഇന്നൊരു സൺഡേ വ്ളോഗാണ്. കാഷ്വൽ സൺഡേ. ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ്. രാവിലെ തന്നെ മീൻ വാങ്ങാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. വീടിൻ്റെ പരിസരത്തൂടെ മീൻകാരനൊന്നും വരാറില്ല, അതിനുള്ള സിറ്റുവേഷനൊന്നുമല്ല. സോ നമ്മൾ പോയി വാങ്ങണം. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഇവിടെ മങ്കരയിൽ ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് മീൻ വാങ്ങാം. ഓക്കെ, നമ്മൾ മീൻ വാങ്ങാം. അങ്ങനെ മത്തി കിട്ടി. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഞായറാഴ്ച കൊണ്ട് ഡാൻസ് ക്ലാസ് ഉണ്ട്, അപ്പം അങ്ങോട്ട് പോകണം. അത് ഓൾസോ ഹിയർ. ഗ്രാമീണ അന്തരീക്ഷത്തിൻ്റെ സൈക്കിളിൽ പോകുന്ന രണ്ടുപേർ. ഫ്രണ്ടിക്ക് പോകാൻ വണ്ടി മാറ്റണം. അതന്നെ, ഫ്രണ്ടിലൊരു ഓട്ടോ പോകുന്നുണ്ട് ഗൈസ്. നമ്മൾ അത് മറികടന്ന് എങ്ങനെ പോകുന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ്. എനിക്കാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ചന്തി വേദനിക്കുന്നു. അവിടെ ഓട്ടോ കിടന്ന് തിരിയണം ഗൈസ്. അങ്ങനെ നമ്മൾ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകാൻ റെഡിയായി. ചാച്ചുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അവനവിടെ അജിത്തിനെയും കൂട്ടിയിട്ട് എവിടെ പോയി. മുട്ടിഞ്ഞ വെയിലാണ് ഗൈസ്. എന്താണ് ഇതാ അജിത്ത്. ഏലിയനെ പോലെ ഉണ്ടടാ ഹെൽമെറ്റ് ഇട്ടിട്ട്. യെസ്, അപ്പോൾ നമ്മൾ PKV സിറ്റി സെൻറ്ററിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ ഡാൻസ് ക്ലാസ് ഉള്ളത്. ഇത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞാണ്. ചേടാ അത് തുറക്ക്. ഓക്കെ, ഇത് ഈ കീ വെച്ചിട്ട് തുറക്ക്. മറ്റേ കീ എൻ്റെ ബാഗിലാണ് ഗൈസ്. ഇവനെക്കാളും നല്ല അനുസരണമുള്ള കുട്ടിയാണ് അജിത്ത്. പൊക്ക്. മെല്ലത്തുള്ളൂ. ഓക്കെ ഓക്കെ, ഗെറ്റ് ഇൻസൈഡ്. ഈ ഇതിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പറയുക? പൊട്ടല്ല, ദ സ്പേസ് ഫോർ യു. 4ൽ ഈ എക്സ്ട്രാ ഒരു വന്നിട്ടുണ്ട് ഗൈസ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഫുൾ അലങ്കോലമായി കിടക്കുകയാണ് നമ്മുടെ ഡാൻസ് ക്ലാസ്. ഇനി ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 12:30 വരെയാണ്. കുട്ടികളൊക്കെ വരുന്നേ ഉള്ളൂ ഗൈസ്. രാവിലെ തന്നെ 2 ബുദ്ധിമാന്മാരും കൂടെ ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുതിരനെടുത്ത് അപ്പുറത്ത് വെക്കടാ. തിരിച്ചു വെക്ക്. ഇത് തിരിച്ച് കുതിരനെ തിരിച്ചു വെക്കാൻ പറഞ്ഞ തിരിച്ചു വെക്കണം ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം എത്രയാടാ? 1 മണി. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ അടുത്ത് ഹോട്ടലുണ്ട്. ഹോട്ടൽ ന്യൂ ഹൈവേ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ലേറ്റായിട്ട് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ്. അവിടെ വിസ്മയും ചാച്ചും കൂടെ പോയിട്ട് ഐസ്ക്രീം, ഡയറി മിൽക്ക് എന്തോ വാങ്ങാനുള്ള പ്ലാനാണ്. ആൻഡ് സോന വന്നു, അജിത്തും ഉണ്ട്. നമുക്ക് പോവാം ഗൈസ്. നമ്മളങ്ങനെ മുട്ട പപ്സും ഗ്രേപ്പ് ലൈമും വാങ്ങിയിട്ടുണ്ട്. ഇതാ അജിത്ത്, ചാച്ചു. ഇതാ എല്ലാവരും എടുത്തു. എങ്ങനെയുണ്ട് ചാച്ചു? ഇങ്ങോട്ട് മുക്കി കയറ്റാൻ പോകണം. ഞാൻ കഴിക്കാം. അങ്ങനെ കഴിച്ചു കഴിഞ്ഞു. ഇനി നേരെ ക്ലാസ്സിൽ പോവുക, കുറച്ച് നേരം ഇരിക്കുക, എന്നിട്ട് നേരെ വീട്ടിൽ പോവുക. അതാണ് നമ്മുടെ പ്ലാന്. വണ്ടിയിൽ സെറ്റ് ചെയ്ത്
സ്പോട്ടിൽ വന്നു. നിറയെ കടികളൊക്കെ ഉണ്ട്. എന്തെന്ന് ചാച്ചന് എന്താ വേണ്ടത്? മുട്ടപ്പശു. നിനക്ക് രാജ്യത്തിന്റെ പല്ല് പൊട്ടി നിങ്ങൾ ആരെങ്കിലും കണ്ട? പല്ല കാണിച്ചു തരുമോ? ഒന്ന് കാണിച്ചു തരാം. അവിടെ വെക്കി പല്ല് കാണിച്ചാ നോക്കട്ടെ. ഇല്ലേ ശേ, പാവം ചെക്കൻ എന്തിനാ അങ്ങനെ നിർത്തി അപമാനിക്കണം. നമ്മൾ അങ്ങനെ മുട്ട ബജി എടുത്തിരിക്കണം. കുട്ടാ ഇതിലും ഓക്കെ, താങ്ക് യു. നമ്മുടെ ചായ വന്നു. ഓക്കെ, എൻ്റെ പേരെന്താ? സർഫസ്. തുറക്ക്. ആ നീ തുറക്ക്. കമ്മലൊക്കെ ഇട്ടിട്ട് എൻ്റെ മോനെ വരല്ലേ തിന്നണോ ഗൈസ്? മറ്റേ മൂക്ക് ഇതായിട്ടുള്ളത് കള്ളൻ പറ്റും ചെയ്തിനേട്ടാ. കൈ കേടുവന്നാ കത്തി. കത്തി എത്ര അവനിതിലില്ല. ശരി, നിങ്ങളുടെ മുട്ടായി ഒന്നും വേണ്ട, ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. അയ്യോ, 4 മുട്ട വെച്ച് ഞാൻ തന്നെ കഴിച്ചടാ. ഈ സാമാനില്ലേ റബ്ബറും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അവൻ ചോദിച്ചില്ല അപ്പോഴും പൊട്ടിച്ചേരണമെന്ന്. എന്താ നോക്ക്, നായി കടിച്ച പോലെ ആയിരിക്കുന്നത്. നീയല്ലേ നായി, ഞാനല്ല. എന്താണ് നിന്റെ അഭിപ്രായം? അത് തിന്നവരെ എന്താണ് ഇതിനുള്ളില്? എവിടെ നോക്കട്ടെ, കാണിച്ചാ? ഇവിടെ നോക്കട്ടെ, കൈ മാറ്റ് ഗൈസ്. കഷ്ടപ്പെട്ട് പൊളിച്ചതിന്റെ റിസൾട്ടാണ് ഈ കാണുന്നത് ഗൈസ്. അങ്ങനെ ഞാൻ വീടെത്തി. ചാച്ചു കുട്ടൻ്റെ കൂടെ പോയിട്ടാ. അപ്പോൾ ഞാൻ വീടെത്തി. വീട്ടിൽ വേറൊരാൾ എന്നെ കാത്തു നിൽക്കണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, അതെ കണ്ട വരെ ഇവനാണ് ടുട്ടു. ഇവൻ്റെ വിശേഷം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ അഭിനവ് സൈനിങ് ഓഫ്.